സിലിണ്ടറിനെ പറ്റി ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം, നേരത്തെ പ്ലാൻ ചെയ്തു. പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അന്ന് രാവിലെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്, കിച്ചണിലാണ് സിലിണ്ടർ ഉണ്ടാവും, പിന്നെ നീ കൊല്ലണം, സിലിണ്ടർ യൂസ് ചെയ്ത് നീ കൊല്ലണം, ബാക്കി നിൻ്റെ രീതി നീ ചെയ്തു. ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ അമ്മ വീട്ടിൽ വിളിക്കുമല്ലോ. അപ്പോൾ അന്ന് പർട്ടിക്കുലർ ഡേ സിലിണ്ടർ ആയിരുന്നു. അപ്പോൾ ഞാൻ സിലിണ്ടർ വെച്ച് മോഹം അടിച്ച് പൊളിച്ച്. അപ്പോൾ അമ്മ അവിടെ എന്തിനൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നീ എന്തിനാ ചെയ്യുമ്പോൾ വരാതില്ല ചെയ്യാൻ, ഇല്ലാതെ ഇങ്ങനെ വരാതില്ലാത്തത്, ബാക്കി എല്ലാവരും കൊന്നില്ലേ, പിന്നെ ഞാനല്ലേ ഉള്ളു ചെയ്യാൻ. ജോൺ വിക്ക്, ആന മില്ലർ, രൺബീർ കപൂർ, ആ ഒരു സ്റ്റൈല്, പിന്നെ ആ ലുക്സും കാര്യങ്ങളും അതും ഇതൊക്കെ, അതൊക്കെ ഞാൻ ഒരുപാട് ക്യാരക്ടർ റെഫർ ചെയ്തു. അച്ഛൻ ചെയ്ത് ഗോഡ് ഫാദറിലെ ഗേറ്റ് ചവിട്ടി വിട്ട് ആ തേറി വരുന്ന സീനൊക്കെ ഇല്ലേ, അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്താണ് ഷമ്മിച്ചേട്ടൻ പറഞ്ഞത്? ഫൈറ്റ് ടൈമിൽ ചെറിയൊരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഉണ്ണിച്ചേട്ടൻ്റെ കൈ ചെറുതായിട്ടൊന്ന് കൊണ്ട് ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ണിച്ചേട്ടൻ ബ്ലോക്ക് ചെയ്യുന്നൊരു സീനാണ്. പക്ഷേ അത് എൻ്റെ ടൈമിങ് കുറച്ചങ്ങോട്ട് മാറിപ്പോയി, കുറച്ച് ആ കണക്കൂട്ടലുകൾ കുറച്ചങ്ങോട്ട് മാറിപ്പോയി. ഞാനായോണ്ട് ഓക്കെ, വേറെ ആരെങ്കിലും വേറെ ചിലപ്പോൾ അങ്ങനെ എടുക്കണമെന്നില്ല. 3 വർഷത്തോളം ഞാൻ മുടി വളർത്തി, ഇനി വെട്ടിക്കളയാം എന്നുള്ള പ്ലാനിൽ ഞാൻ വെട്ടിക്കളഞ്ഞതിന് ശേഷം ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഇവരുടെ കോളുകൾ വരിക. ഹനീഫ് സാർ എന്നെ ആദ്യം വിളിക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് ചോദിച്ചത് ആ മുടി ഇപ്പോഴും ഉണ്ടോന്നാണ് ചോദിച്ചത്. അവർക്ക് മുടി വേണമായിരുന്നു. അപ്പോൾ എനിക്കറിയത്തില്ലല്ലോ ഇവർക്ക് എന്നെ വിളിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പെട്ടുണ്ടായിരുന്നു. പണ്ട് നമ്മുടെ ബിഗ് ബിയിലെ സായിപ്പ് ടോണിയൊക്കെ പോലെ വേറൊരു ലെവലിലോട്ട് ആയാനായിരുന്നു. സിനിപ്പിൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ പടം കാണാൻ, അതിപ്പോൾ ആളുകൾ പറയുന്നതൊക്കെ കേൾക്കാനായിട്ട് സിനിപ്പിൾ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അർജുൻ റെഡ്ഡി ആ ക്യാരക്ടർ ഇപ്പോൾ എല്ലാ ഭാഷയിലും ചെയ്ത്, മലയാളത്തിൽ മാത്രം ചെയ്തില്ല. അപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. എൻ്റെ അടുത്ത് അച്ഛൻ്റെ പഴയ ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുള്ള സിനിമയുടെ സ്ക്രിപ്റ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് വായിച്ചിട്ട് അച്ഛൻ്റെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. അയ്യോ അത് ഭയങ്കര പാടുള്ള പരിപാടിയായിരുന്നു. അയ്യോ ഞാനിരുന്ന് മുട്ടടിച്ചിരുന്നു ഓടിക്കുന്നു. മാർക്കോയിലെ നായകനൊപ്പം തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ദ വില്ലൻ ആയിട്ടുള്ള റസൽ ഐസക്കാരനോടൊപ്പം യെസ് അഭിമന്യു ഷമ്മി തിലകൻ, വെൽക്കം. താങ്ക് യു. എനിക്ക് തോന്നുന്നു മാർക്കോ കണ്ടിട്ട് മാർക്കോയിലെ നായകനെ പോലെ തന്നെ ഇത്രയധികം ആൾക്കാർ പറയുന്ന കാര്യം തന്നെയാണ് അതിനകത്തെ വില്ലനായ അഭിമന്യുവിനെ പറ്റി. സോ എങ്ങനെയുണ്ട് ഈ ഒരു ആഴ്ചത്തെ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ? ഭയങ്കര റെസ്പോൺസ് തന്നെയാണ്. ലൈക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ഒരുപാട് പേര് വിളിച്ചു. മെസ്സേജസിന് തീരുന്നില്ല. ഓരോ ദിവസം ഇങ്ങനെ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഒരുപാട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഒരു ഫീൽ ആയിരുന്നല്ലേ? തീർച്ചയായും ഭയങ്കര ഓവർവെൽമിംഗ് ആയിരുന്നല്ല. ഇപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ അറിയാം ഭയങ്കര ആറ്റിറ്റ്യൂഡ്, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അഭിമന്യു, ഭയങ്കര അതുപോലെ അതെ സ്വാഗായിട്ട് ആറ്റിറ്റ്യൂഡായിട്ടാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടത് ആ ഒരു വില്ലനെ. അപ്പം എങ്ങനെയാണ് ഈ ഒരു മാർക്കോ അഭിമന്യുവിലേക്ക് എത്തുന്നത്? ഉണ്ണിച്ചേട്ടൻ ഒരു ദിവസം ഒരു ഫെബ്രുവരിയിൽ എന്നെ കോൺടാക്ട് ചെയ്തു, വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തു. ഞാൻ വിളിച്ചു, ഹനീഫ് സാറിനെ കണ്ടു. അതായിരുന്നു സ്റ്റാർട്ടിങ്. സ്റ്റോറി കേൾക്കുന്നു, ഓഫ്കോഴ്സ് സ്റ്റോറി കേൾക്കുന്നു, പിന്നെ ക്യാരക്ടർ ഇതാണെന്ന് പറയുന്നു, അതിന് വേണ്ടിയുള്ള ട്രാൻസ്ഫോർമേഷൻ എടുക്കുന്നു. അത് തന്നെയായിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ. ഈ ഒരു സ്റ്റോറി ആദ്യം തന്നെ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ആണ് എന്നൊക്കെ മാർക്കോ? ഐ മീൻ സ്റ്റോറി എനിക്കത് മാർക്കോ ആണെന്നൊന്നും എൻ്റെ അടുത്ത് അങ്ങനെ ആ ഫസ്റ്റ് വിളിച്ചപ്പോഴൊന്നും സംസാരിച്ചില്ല. പിന്നെ നേരിൽ കണ്ടതിന് ശേഷമാണ് എൻ്റെ അടുത്ത് പറയുന്നത് ഇതല്ല മാർക്കോയാണ് എന്നുള്ളപ്പോൾ. പക്ഷേ ഫസ്റ്റ് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു വില്ലനാന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വേറൊരു വില്ലനല്ല, ഇതുപോലൊരു ഒരു 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 വയലൻറ്റ് ഒരു സൈക്കോ ക്യാരക്ടർ ആയിരിക്കും. സൈക്കോ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഒരു പ്രാന്തൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന പോലെ ഒരു സട്ടിൽ ആണ്. ബട്ട് ഈ പറയുന്ന ചില സാഹചര്യങ്ങളിൽ ഒരാളെ കൊല്ലുമ്പോൾ ആ കൊല്ലുന്ന ആളെ അത് എൻജോയ് ചെയ്ത് കൊല്ലാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വില്ലനാണ് എന്നുള്ളൊരു സംഭവമാണ് പറഞ്ഞിരുന്നു. വില്ലനായി തിളങ്ങിയ ഒരുപാട് താരങ്ങളൊരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അഭിമന്യു വരുന്നത്. കാരണം തിലകൻ സാർ ആണെങ്കിലും ഇപ്പം ഷമ്മിച്ചേട്ടനാണെങ്കിലും അതിനുശേഷം അഭിമന്യു. അപ്പം ശരിക്കും പറഞ്ഞാൽ സിനിമയിലേക്കുള്ള എൻട്രി ലേറ്റ് ആക്കിയതാണോ ഇതിനു വേണ്ടി? അല്ല, ലേറ്റായി അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ എല്ലാം ഒന്ന് സെറ്റിലായിട്ട് വരണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ വരുമ്പോൾ ഒരു നല്ല എൻട്രി വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അത് ആ 2 കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെറ്റിലാവുക, നല്ലൊരു എൻട്രി വേണം. അത് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. ഈ വില്ലൻ കഥാപാത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്താണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം വേറെ ക്യാരക്ടേഴ്സ് ഒക്കെ വന്നിരുന്നു സിനിമയിൽ, ഓഫേഴ്സ് ഒക്കെ ഒരുപാട് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 15-20 ഓഫേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട് ഇതിന് മുന്നേ. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു 15+ ഓഫേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ ചിലതൊന്നും പിന്നെ അന്നൊക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമായതുകൊണ്ട് പലതും വീട്ടുകാരായിട്ട് തന്നെ ഇല്ല, അവൻ പഠിച്ചു കഴിഞ്ഞിട്ടേ ഉള്ളൂ അവർ തന്നെ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈ പറയുന്ന പോലെ ഈ ഒരു എസ്സിലേക്ക് വരാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്തായിരുന്നു? ഇപ്പൊ മാർക്കോയിലേക്കുള്ള ആ ഒരു യെസ് ഞാൻ വരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സ്റ്റോറി ഒന്നുമില്ല. ഹനീഫ് സാർ ഫസ്റ്റ് തന്നെ വിളിച്ചിട്ട് ഇതുപോലെ ഇങ്ങനൊരു വില്ലനാന്ന് പറഞ്ഞു. പിന്നെ ഓഫ്കോഴ്സ് ഹനീഫ് അദേനി എന്ന് പറയുന്ന അദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്ന പടം, പിന്നെ ആ ടീം ഉണ്ണിച്ചേട്ടൻ, ഷെരീഫ് മുഹമ്മദ്,
അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്ക് നോ പറയാൻ തോന്നുന്നില്ല, നോ പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം അതൊരു അടിപൊളി ടീമല്ലേ. അതെ, ഇപ്പം കുട്ടിക്കാലം തൊട്ടേക്ക് പഠിത്തം, എനിക്കത് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു അഭിമന്യു. അതിനുശേഷം ഒരുപാട് കാറിന്റെ ഒക്കെ ആണെങ്കിലും കാർ കളക്ഷൻ ഒക്കെ ഒരുപാട് ഉള്ള ഒരു ആളാണോ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. കളക്ഷൻ ഒരുപാടൊന്നും ഇല്ല, കുറച്ച് വണ്ടികൾ ഇഷ്ടമാണ്. കാറുകളോടൊക്കെ ഭയങ്കര അതെ, വണ്ടികളോടൊക്കെ ഇഷ്ടമാണ് എനിക്ക്. അത് തന്നെ. അപ്പൊ പിന്നെ ഫ്രണ്ട്സും ഞങ്ങളൊരു കാർ ഗ്യാങ് ഇതൊക്കെ ഉണ്ട്. അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നവരുണ്ട്. അതെ, ആ ഇഷ്ടത്തിനൊപ്പം തന്നെയായിരുന്നു സിനിമയും ഉണ്ടായിരുന്നത്. തീർച്ചയായും എനിക്ക് സിനിമ എനിക്ക് എന്നും കുട്ടിക്കാലം തൊട്ടെന്നും എനിക്കൊരു നടനാവണമെന്നും അല്ലെങ്കിൽ അച്ഛൻ്റെ അപ്പൂപ്പൻ്റെയും ആ പാത കണ്ടിന്യൂ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വണ്ടികൾ അത് ഇഷ്ടമായിരുന്നു. എനിക്ക് കാറും ബൈക്കുകളൊക്കെ പണ്ട് തൊട്ടേ ഒരു അഡിക്ഷൻ തന്നെയാണ്. ഇപ്പം മാർക്കോലെ വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞ പോലെ ആറ്റിറ്റ്യൂഡ്, സ്വാഗ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. ഇപ്പം നമ്മൾ വില്ലനായി തിളങ്ങിയ തിലകൻ സാറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. തിലകൻ സാറിൻ്റെ ആക്ടിങ്, അതുപോലെ തന്നെ ഷമ്മി തിലകൻ്റെ ഒക്കെ ബലരാമൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ നമുക്ക് മറക്കാനേ പറ്റില്ല. അപ്പം അതുപോലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് തന്നതിന് ശേഷം ഇപ്പം അഭിമന്യു ഒരു വില്ലൻ എന്നൊരു ക്യാരക്ടർ ചൂസ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് അഭിമന്യു എന്താണ് ഒരു റെഫറൻസ് ആയിട്ട്, അല്ലെങ്കിൽ ആരെ പോലെ ആയിരിക്കണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരുന്നോ? കുറേ ക്യാരക്ടേഴ്സിനെ ഞാൻ നോക്കി പഠിച്ച് സ്റ്റഡി ചെയ്ത് അതിൽ നിന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ എടുത്തിട്ടൊക്കെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായ എനിക്ക് ഇപ്പം സ്വാഗ് ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഒരു റസൽ ക്യാരക്ടറിൻ്റെ മെയിൻ സംഭവം ഈ ഒരു സ്വാഗും ആറ്റിറ്റ്യൂഡും തന്നെയാണ്. അപ്പോൾ അത് പിടിക്കാനായിട്ട് ഞാൻ ഒരുപാട് ക്യാരക്ടേഴ്സിനെ റെഫർ ചെയ്തു. ജോൺ വിക്ക്, ആനി മില്ലർ, രൺബീർ കപൂർ, ആ ഒരു സംഭവം, ആ ഒരു സ്റ്റൈല്, നടത്തം, പിന്നെ ആ ലുക്സും കാര്യങ്ങളും അതും ഇതൊക്കെ, അതൊക്കെ ഞാൻ ഒരുപാട് ക്യാരക്ടർ റെഫർ ചെയ്തു. പിന്നെ ഈ പറയുന്ന പോലെ അച്ഛൻ ചെയ്ത ഗോഡ് ഫാദറിലെ ആ ഒരു ഗേറ്റ് ചവിട്ടി വിട്ട് ആ കയറി വരുന്ന സീനൊക്കെ ഇല്ലേ, അത് അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാത്തിൽ നിന്നും അവിടെ നിന്നൊക്കെ പറക്കിയെടുത്ത് മാക്സിമം അവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റി അതൊക്കെ തന്നെ ഞാൻ ചെയ്തത്. അച്ഛൻ എന്താണ് ആദ്യം ഈ സിനിമ ചെയ്യാൻ പോവാണെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞപ്പം ഇതുപോലൊരു സിനിമ എന്താണ് പറഞ്ഞത്? അങ്ങനെ അഭിപ്രായം പറഞ്ഞൊന്നുമില്ല. അച്ഛനടുത്ത് ഞാൻ പറഞ്ഞതല്ലോ, ഉണ്ണിച്ചേട്ടനും ഹനീഫ് സാറും സംസാരിച്ചിരുന്നു. ഓക്കെ, പോയി കഥ കേൾക്ക്, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ നീ എന്താ വെച്ചാൽ ചെയ്യും. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്താണ് ഷമ്മിച്ചേട്ടൻ പറഞ്ഞത്? അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ ചെയ്ത്. പിന്നെ പ്രത്യേകിച്ച് ഉണ്ണിച്ചേട്ടൻ്റെ ഇതൊക്കെ അച്ഛൻ ഹനീഫ് സാറായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഉണ്ണി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്, ഫൈറ്റൊക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തേക്കുന്നതെന്ന് ഹനീഫ് സാറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്നാൽ ഞാൻ തന്നെ വിളിച്ചു കൊടുത്തത്, സാർ ഇങ്ങനെ അച്ഛൻ സംസാരിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു കൊടുത്തത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു നല്ല പടമായിരുന്നു, ഫൈറ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഗംഭീര ഫൈറ്റുകളുള്ളൊരു സിനിമയായിരുന്നു മാർക്കോ. എനിക്കൊന്ന് 7ഓളം ഫൈറ്റുകൾ ഉണ്ട് അതിനകത്ത്. അപ്പം അതിൽ തന്നെ ഇപ്പം ആ സിനിമയിലെ ഏറ്റവും ആദ്യം ഷൂട്ട് ചെയ്ത പോർഷൻ, അല്ലെങ്കിൽ ആദ്യം ഏതായിരുന്നു ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? പടത്തിന്റെ ആദ്യം അത് തന്നെയായിരുന്നു. ഫസ്റ്റ് ഡേ എൻ്റെ ഷൂട്ട് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ഡിഫറെന്റ് മേളിയും ചാടി ഇറങ്ങുന്ന ഒരു പോർഷൻ അല്ലേ, പ്രഗ്നന്റ് ആയിട്ടുള്ള ഇഷ എന്ന് പറയുന്ന കുട്ടീനെ കെട്ടിയിട്ടൊക്കെ സീൻ, അതായിരുന്നു ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്തിരുന്നത്. പിന്നെ സെക്കൻഡ് ഡേ ഒരു സാധനം കണ്ട് പെട്ടിയുണ്ട് ഓപ്പൺ ചെയ്ത് പേടിക്കുന്നതും, അത് ഞാൻ ഒരുപാട് പേടിച്ചൊരു സീനായിരുന്നു. ഇതിനകത്ത് ഈ ഫൈറ്റ് ഒക്കെ ചെയ്യുന്നതിലൊക്കെ അടിയൊക്കെ കിട്ടിയോ? എങ്ങനെയായിരുന്നു ഫൈറ്റ് ചെയ്തപ്പോ അങ്ങനെ അടിയൊന്നും ഇരുന്നില്ല. പക്ഷെ എന്റെ കയ്യിൽ ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് ടൈമിൽ ചെറിയൊരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഉണ്ണിച്ചേട്ടന്റെ കൈ ചെറുതായിട്ടൊന്ന് കൊണ്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തതുള്ള എനിക്ക് അല്ല, അങ്ങനെ ഇടിച്ചു കൊടുത്തൊന്നുമല്ല, ചെറുതായിട്ട് ഇങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ണിച്ചേട്ടൻ ബ്ലോക്ക് ചെയ്യുന്ന ഒരു സീനാണ്. പക്ഷെ അത് എന്റെ ടൈമിങ് കുറച്ചങ്ങോട്ട് മാറിപ്പോയി, കുറച്ച് ആ കണക്കൂട്ടലുകൾ കുറച്ചങ്ങോട്ട് മാറിപ്പോയി ഉണ്ണിച്ചേട്ടന്റെ കയ്യിലൊന്ന് കൊണ്ട്. ഞാൻ ഉടനെ ചേട്ടാ സോറി, പത്തും പറ്റിയത് ആരെ കുഴപ്പമില്ല, നീ നോക്കി ചെയ്താൽ മതി, ഞാൻ ആയതുകൊണ്ട് ഓക്കെ, വേറെ ആരെങ്കിലും വേറെ ചിലപ്പോൾ അങ്ങനെ എടുക്കണമെന്നില്ല എന്ന് പറഞ്ഞു. ചേട്ടൻ ആയതുകൊണ്ട് പുള്ളിക്ക് ആ ഒരു ഇത് താങ്ങാൻ പറ്റിയോണ്ടും പുള്ളിയുടെ മനസ്സങ്ങനെ ആയതുകൊണ്ടും പുള്ളി അത് വളരെ കാമായിട്ട് എന്നെ ഹാൻഡിൽ ചെയ്തു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒരുപാട് വിഷമിച്ചന്നിരിക്കുമായിരുന്നു. പുള്ളി അപ്പോൾ തോളത്തൊക്കെ തരാം, പോട്ടറെ കുഴപ്പമില്ല, വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ കംഫർട്ട് ചെയ്തു. പിന്നെ ബാക്കി ഞങ്ങൾ അതിന് ആ ഷോട്ട് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഈ സിനിമയിലേക്ക് കൊണ്ടുവന്ന ഉണ്ണിച്ചേട്ടന്റെ മെസ്സേജ് ആണെന്ന് പറഞ്ഞു, ഉണ്ണിച്ചേട്ടനായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സിനിമയിലേക്ക് വിളിച്ചതിന് ശേഷം അതിന് മുന്നേ നല്ല ലോങ് ഹെയർ ഒക്കെ ഉള്ള ഒരു ആളായിരുന്നു നമ്മുടെ അഭിമന്യു. ഈ ലുക്ക് ട്രാൻസ്ഫോർമേഷൻ, അപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടി റസൽ എന്നൊരു ക്യാരക്ടറിനെ നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നമ്മൾ ആ ഫോട്ടോയും ഈ ഫോട്ടോയും നോക്കുവാണെങ്കിൽ അപ്പം ഏതൊക്കെ രീതിയിലാണ് ഈ മാർക്കോക്ക് മുന്നേ പറഞ്ഞിരുന്നത്, എങ്ങനെയൊക്കെ മാറണം എന്നാണ്? ഹനീഫ് സാർ എന്നെ ആദ്യം വിളിക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് ചോദിച്ചത് ആ മുടി ഇപ്പോഴും ഉണ്ടോന്നാണ് ചോദിച്ചത്. അവർക്ക് മുടി വേണമല്ലോ. അപ്പൊ എനിക്കറിയത്തില്ലല്ലോ ഇവർക്ക് എന്നെ വിളിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ മുടി വളർത്തി ഒരു 3 വർഷത്തോളം ഞാൻ മുടി വളർത്തി. ഇനി വെട്ടിക്കളയാം എന്നുള്ള പ്ലാനിൽ ഞാൻ വെട്ടിക്കളഞ്ഞതിന് ശേഷം ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഇവരുടെ കോളുകൾ വരിക. അപ്പൊ ഞാൻ പണ്ട് വെട്ടണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, ഇതിന്റെ രസമായിരുന്നേനെ ഞാൻ ആലോചിച്ചു. അത് വേറൊരു റസലായേനെ.
പക്ഷേ ഇത് മുടിയില്ലാത്ത താടി മാത്രമുള്ള ഒരു ക്യാരക്ടർ. അന്ന് അത് വേറൊരു ക്യാരക്ടർ പണ്ട് നമ്മുടെ ബിഗ് ബിയിലെ സായിപ്പ് ടോണിയൊക്കെ പോലെ വേറൊരു ലെവലിലോട്ടാണ് ഞാനത്. ഇതിനു വേണ്ടിയിട്ട് ഈ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഡയറ്റ് ഒക്കെ നല്ലപോലെ എടുത്തൊന്നും നമ്മൾ ആ സിനിമ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവും. എങ്ങനെയൊക്കെയായിരുന്നു ഡയറ്റ് ഒക്കെ? ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട മധുരങ്ങൾ കഴിക്കുന്ന ഒരാളാണ് ഞാൻ. അതെല്ലാം ഒരു ദിവസം എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഹനീഫ് സാർ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞിട്ട് നിന്റെ വണ്ണമൊക്കെ ഒന്ന് കുറയ്ക്കണം, ബോഡിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്യണം. ശരി, അങ്ങനെ ഡയറ്റ് ഒരു ദിവസം ഡയറ്റീഷ്യൻ എൻ്റെ ട്രെയിനറിനെ കണ്ടു. ട്രെയിനർ ഫുഡൊക്കെ ഫുഡിൻ്റെ രീതി മൊത്തം മാറ്റി. അത് 30 egg whites പിന്നെ ശകലം ചോറല്ല മറ്റേ എന്താണ് ബസ്മതി റൈസ് അതായിരുന്നു ആദ്യം തന്നിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അതും ഇല്ലാതായി. ഈ മുട്ടയും ചിക്കനും മാത്രമാകുന്ന രീതിയിലായി. ആദ്യം കുറച്ച് നാൾ എനിക്ക് ആ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ റൈസ് കഴിച്ചുകൊണ്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടി കുറച്ച് നാൾ ഈ എന്താണ് ബസ്മതി റൈസ് കഴിക്കാൻ പറഞ്ഞു. പിന്നെ അതും ഇല്ലാതായി. പിന്നെ ചോറ് ഇല്ലാതായി. പിന്നെ ചോറും ഇല്ലാതായി, ആകെ ഇതായി. പിന്നെ ചോറ് എനിക്ക് പിന്നെ ഓണത്തിനാണ് ഞാൻ ചോറ് കഴിക്കുന്നത്. ഓണം വന്നപ്പോഴാണ് ഞാൻ ചോറ് സദ്യ കഴിക്കുന്നത്. അന്ന് മൊത്തം ചോറ് കഴിച്ച് ആസ്വദിച്ചു. അങ്ങനെ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഫുഡിലൊക്കെ നമുക്ക് ഇതിനു വേണ്ടി മാറ്റേണ്ടി വന്നതൊക്കെയല്ലേ. ഇപ്പം തിലകൻ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പം മലയാള സിനിമ കണ്ടതിൽ ഒരുപാട് ഇപ്പം വില്ലൻ മാത്രമല്ല നായകനായും അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്കായിട്ട് തന്നാണ്. അപ്പം ഞാനൊരു വേർഡ് പറയാം, ആ വേർഡ് ഓർക്കുന്നുണ്ടോ എന്ന് പറയണം. എടാ റാസ്കലേ എന്ന് ഏറ്റവും ധൈര്യത്തോടെ വിളിക്കുന്ന ഒരാള് അതാരാണ്? അഭിമന്യു. അപ്പം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇപ്പം എനിക്ക് തോന്നുന്നു അഭിമന്യു കൊച്ചുമോൻ എന്ന രീതിയിൽ അഭിമന്യുവും വല്യച്ഛൻ എന്ന രീതിയിൽ തിലകൻ സാറും തമ്മിൽ നല്ലൊരു ബോണ്ട് ഉണ്ടായിരുന്നു. അപ്പം തിലകൻ സാറിൻ്റെ തന്നെ ഒരു സിനിമയിലെ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്, ഉണരും ഈ ഗാനം ഒരുകുമെന്നുള്ളം എന്ന് പറഞ്ഞിട്ട്. ആ ഒരു പാട്ടിൽ ആ ഒരു ബോണ്ട്. അപ്പം നിങ്ങളുടെ ശരിക്കും തിലകൻ സാറിനെ മിസ് ചെയ്യുന്നുണ്ടോ? പിന്നെ തീർച്ചയായും മിസ് ചെയ്യുന്നുണ്ട്. അച്ഛൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഈ സിനിമ കാണാനായിട്ട് പുള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട്, ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ തീർച്ചയായും ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നാണത്. അച്ഛൻ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഈ പടം കാണാൻ, അതിപ്പോൾ ആളുകൾ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് അച്ഛൻ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടായിരുന്ന സമയത്ത് ഒരു മെമ്മറി ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അച്ഛനെ പറ്റിയുള്ള ഒരു ഓർമ്മ? അച്ഛൻ 2012 മരിച്ചുപോയി. കുട്ടിക്കാലത്തുള്ള അധികം സംഭവങ്ങളൊന്നും എനിക്കധികം ഓർമ്മയില്ല. ഒരുപാട് സംഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. അച്ഛൻ്റെ ഫ്ലാറ്റിൽ റിമോട്ട് മാത്രമല്ല, കൈ കിട്ടുന്ന എന്തും ഞാൻ ബാൽക്കണി എടുത്ത് വലിച്ചെറിയും, താഴെ എടുത്ത് വലിച്ചെറിയും. അത് പിന്നെ പുള്ളിയുടെ എനിക്ക് 7ാമത്തെ എന്താണ് ഫ്ലോറിലെന്തുവാ അവിടെ നിന്ന് താഴെ ഫ്ലാറ്റ് എടുത്ത് വലിച്ചെറിയുക, അതൊക്കെയായിരുന്നു പരിപാടി. റിമോട്ടൊന്നുമില്ല, കൈ കിട്ടുന്ന എന്തും വലിച്ചെറിയുക. അങ്ങനെ കുറേ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥിരം ഒരാളായിരുന്നു ഞാൻ. അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ചോദിക്കുകയാണ് ഏതായിരിക്കും? ഗോഡ് ഫാദർ, കിലുക്കം, മൂക്കിലെ രാജ്യം, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. പിന്നെ സ്ഫടികം അടിപൊളിയല്ലേ. ചാക്കോ മാഷൊക്കെ വിഷയം ക്യാരക്ടറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്യാരക്ടറിൽ ഒന്നായിരുന്നു അതൊക്കെ. പ്രത്യേകിച്ച് എനിക്ക് ഗോഡ് ഫാദറാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അത് കഴിഞ്ഞാൽ പറയണ കിലുക്കം ഒരു വടി കിട്ടുമോ, അതൊക്കെ ഞാൻ പണ്ട് ഇല്ല ഡബ് സ്മാഷോ പണ്ട് ആ സമയത്തൊക്കെ ഞാൻ ഫ്രണ്ട്സുമായിട്ട് അതൊക്കെ ഞാൻ ചെയ്ത് എനിക്ക് ഫേസ്ബുക്കിലൊക്കെ കിടപ്പുണ്ടെന്ന് ഇപ്പോഴും. ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു പയ്യനായിട്ടിരുന്ന് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഇപ്പോഴും കിടപ്പുണ്ടെന്ന് ഫേസ്ബുക്കിൽ. അതൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഫാമിലിയിൽ എടുത്തു പറയാനുള്ളൊരു കാര്യം ശബ്ദം തന്നെയാണ്. കാരണം ഇപ്പം തിലകൻ സാറിൻ്റെ ശബ്ദം ഓൾറെഡി ശോഭിച്ചേട്ടൻ 4ഓളം സിനിമകൾക്ക് തിലകൻ സാറിന് വേണ്ടി ഡബ് ചെയ്ത ആളാണ്. അതുപോലെ തന്നെ ഇപ്പം ഷമ്മിച്ചേട്ടനാണെങ്കിലും ഒരുപാട് വില്ലന്മാർക്ക് ശബ്ദം നൽകിയ ഒരാളാണ്, ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. ഇപ്പം അഭിമന്യുവിലും ഏറ്റവും കോൺഫിഡൻസ് നമുക്ക് പറയാൻ പറ്റുന്നത് ആ മാർക്കോ മൂവിയിൽ ഡബ് ചെയ്തിരിക്കുന്നത് ഓൺ ഡബിങ് തന്നെ ആയിരുന്നു. ആ സൗണ്ട് തന്നെയാണ് അഭിമന്യുവിൻ്റെ. അപ്പം എങ്ങനെയാണ് ഈ ഒരു ശബ്ദത്തെ പറ്റി പിന്നീട് ആൾക്കാർ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ? ഞാൻ തന്നെയായിരുന്നു ഡബ് ചെയ്തത്. പിന്നെ കുറച്ച് കഷ്ടപ്പെട്ടാണ്. എനിക്ക് അഭിനയിക്കുന്നതിനേക്കാളും എനിക്ക് പാടായിട്ട് തോന്നിയത് ഡബിങ് തന്നെയായിരുന്നു. എനിക്കത് കുറച്ച് പാടായിരുന്നു. കുറച്ച് ടൈം എടുത്ത് എനിക്കതൊന്നും മനസ്സിലായി, ലോജിക്ക് മനസ്സിലായി, എങ്ങനെ ചെയ്യണം എന്നൊക്കെ മനസ്സിലാകാൻ കുറച്ച് പാടുപെട്ടിയാണ്. പിന്നെ ഓക്കെ ആയിപ്പോയി. എന്നാലും ഞാൻ ചെയ്തേക്കുന്നതിൽ എനിക്ക് അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. കുറച്ചുകൂടെ മെച്ചപ്പെടുത്താമായിരുന്നു എന്നെനിക്ക് പല പോർഷനുകളിലും എനിക്ക് തോന്നി. കാരണം ചിലയിടത്തൊക്കെ ഞാൻ എടുത്താൽ കിട്ടാൻ കണക്കുണ്ട്, ആ ഒരു ഫ്ലോയിൽ പോവാതെ എടുത്താൽ കിട്ടാൻ കണക്കുണ്ട്. കുറച്ചുകൂടെ മൈക്കിൻ്റെ അതൊക്കെ ആ സംഭവം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്നും മനസ്സിലായിരുന്നു. കുറച്ചുകൂടെ എനിക്ക് ചെയ്യാൻ പറ്റിയതാണ്. ഇപ്പം സിനിമയെ നോക്കിക്കാണുവാണെങ്കിൽ സിനിമയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ അതായത് ഇപ്പം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളൊരു റോളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു? ഇപ്പം മാർക്കോയിലേക്ക് വെരി ആക്സിഡൻ്റലി ഇങ്ങനെ എത്തിപ്പെട്ട് നമ്മളെയൊക്കെ ഞെട്ടിച്ചു. അല്ലാതെ ഇപ്പം സിനിമയിലേക്കൊക്കെ ഞാൻ വരുവാണെങ്കിൽ ഇങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ കൊള്ളാമെന്നൊക്കെ തോന്നുന്ന? എനിക്കൊരു പോലീസ് ഓഫീസറായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പം ഇത് പറഞ്ഞപ്പോഴാണ് ഒരു വേറൊരു കാര്യം ഓർത്തത്. എന്ന് വെച്ചാൽ ഇപ്പം ഏതെങ്കിലും ഇപ്പോൾ
പല സിനിമകളിൽ പല ഇതുണ്ടല്ലോ, ഓരോ കഥാപാത്രങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിലേതെങ്കിലും ഒരു കഥാപാത്രമാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അർജുൻ റെഡ്ഡി ആ ക്യാരക്ടർ എല്ലാ ഭാഷയിലും ചെയ്ത്, മലയാളത്തിൽ മാത്രം ചെയ്തില്ല. അപ്പോൾ ആ ക്യാരക്ടർ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഞാൻ പലതവണ അതിൻ്റെ ഹിന്ദി, തെലുങ്ക്, തമിഴ് എല്ലാം ഞാൻ കണ്ടതാണ്. മലയാളം മാത്രം അതിനില്ലല്ലോ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എനിക്ക് മലയാളത്തിൽ ചെയ്ത് ചെയ്താൽ കൊള്ളാമെന്ന് ഞാൻ പണ്ട് ഈ സിനിമ കാണുമ്പോൾ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഇപ്പം അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ, അച്ഛൻ ഈ ഫിലിമിലേക്ക് വരാൻ നേരത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രി ചൂസ് ചെയ്യുന്നു, ആ സമയത്ത് അച്ഛൻ എന്താണ് ശരിക്കും ഒരു ഉപദേശമായിട്ടോ, അല്ലെങ്കിൽ ഫിലിമിലേക്കാണ് നീ പോകുന്നതെങ്കിൽ ഇത് ശ്രദ്ധിക്കണം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, എല്ലാവരോടും നല്ല സ്നേഹത്തിലും വിനയത്തോടുകൂടിയും പെരുമാറണം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും. പിന്നെ അഭിനയത്തിന്റെ ടിപ്സും ഓഫ്കോഴ്സ് അതൊക്കെ പറഞ്ഞു തന്നു. എൻ്റെ അടുത്ത് അച്ഛൻ്റെ പഴയ ഇതിന് മുന്നേ അഭിനയിച്ചിട്ടുള്ള സിനിമയുടെ സ്ക്രിപ്റ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് വായിച്ചിട്ട് അച്ഛൻ്റെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കാൻ പറഞ്ഞു. അയ്യോ, അത് ഭയങ്കര പാടുള്ള പരിപാടിയായിരുന്നു. അത് മാർക്കോടെ തന്നെ സ്ക്രിപ്റ്റായിട്ട് ഒരു റഫ് സ്കെച്ച് എനിക്ക് തന്നിട്ടുണ്ട്, റഫായിട്ടുള്ള സ്ക്രിപ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്ത് കാണിക്കാൻ പറയുമായിരുന്നു. അയ്യോ, ഞാനിരുന്ന് മുട്ടടിച്ചിരുന്ന് പഠിക്കുന്നുണ്ട്. പിന്നെ അവസാനം ഞാൻ എൻ്റെ വേറൊരു കൂട്ടുകാരനുണ്ട്, ഞാനും അവനും കൂടെ ചെയ്തിട്ട് വീഡിയോ എടുത്ത് അച്ഛൻ അയച്ചു കൊടുക്കുമായിരുന്നു, വാട്സാപ്പിൽ അയച്ചു കൊടുക്കുമായിരുന്നു. കാരണം അച്ഛനും ചെയ്ത് എനിക്കുള്ള പേടിയുണ്ട്, വീഡിയോ എടുത്ത് ഞാൻ കണ്ട മുത്തിരുന്ന് അയച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ കണ്ടായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഇടയ്ക്ക് കുറച്ചാളിരുന്ന് വീഡിയോസ് ഫോണിന്റെ സ്പേസ് പറഞ്ഞപ്പോഴത്തേക്ക് ഓരോന്നും ഡിലീറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ദൈവമേ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്ത് പണ്ടില്ലേ അച്ഛന്റെ സിനിമ സെറ്റിലൊക്കെ പോവാറുണ്ടായിരുന്നോ? അച്ഛന്റെ ലൊക്കേഷനിലൊക്കെ പോവാറുണ്ടായിരുന്നോ അഭിനയൊക്കെ കാണാൻ വേണ്ടിയൊക്കെ? അപ്പൊ അങ്ങനെയുള്ളപ്പോൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ഭയങ്കരമായിട്ട് അച്ഛന്റെ ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനോ കാര്യങ്ങളോ ലൈവായിട്ട് ചെയ്തപ്പോ കൊള്ളാലോ അങ്ങനെയൊക്കെ തോന്നിയതെങ്കിലും ഉണ്ടോ? അത് കിങ് ഓഫ് ഹോത്ത ലൊക്കേഷനിൽ ഞാൻ പോയിരുന്നു. അന്നേരത്തെ ഒരുപാട് പോർഷൻസ്, പ്രത്യേകിച്ച് അച്ഛനും ഡിക്കും താലൂക്കായിട്ടുള്ള 1-2 പോർഷൻസ് ഉണ്ട്. അവർ തമ്മിൽ ചെറിയൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു, വീട്ടിനകത്ത് വെച്ച് കയറി ഫൈറ്റ്. അവർ തമ്മിൽ അച്ഛനും മകനും തമ്മിലുള്ള ഫൈറ്റ്, അതൊക്കെ കണ്ടപ്പോഴത്തേക്ക്, കാരണം അച്ഛൻ ആ സ്പോട്ടിൽ അവർ ഫൈറ്റ് പെട്ടെന്ന് കാണിച്ചു കൊടുത്തത്. അത് രണ്ടുപേരും, അവർ രണ്ടും അച്ഛനും അച്ഛനായാലും എന്താണ് താലൂക്കായാലും പെട്ടെന്ന് സ്പോട്ടിൽ ചെയ്തു. അച്ഛനായാലും ഇങ്ങനെ പിടിച്ച് വളച്ചെടുത്ത് കൈ പിടിച്ചിരിക്കുന്ന സാധനമാണ്. ഞാനിങ്ങനെ എങ്ങനെ ചെയ്തു. അപ്പോൾ ഞാൻ അന്നേരം ഈ മാർക്കോ ചെയ്യുമ്പോൾ ഞാൻ ആലോചിച്ച്, ഞാനിത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നത്, അത്രയും ഏജ് ഡിഫറൻസ് ഉണ്ടല്ലോ ഞങ്ങൾ തമ്മിൽ. അപ്പോൾ മാർക്കോടെ ഫൈറ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അച്ഛന് തോന്നപ്പോഴത്തേക്ക് സിമ്പിളായിട്ട് വളച്ചെടുത്ത് ചെയ്തല്ലോ. അതാണ് എക്സ്പീരിയൻസ്, എൻ്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മ. എനിക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്ര പാടുപെട്ട കാര്യമാണ് ഈ ഫൈറ്റ്. സിമ്പിളായിട്ട് അത് ചെയ്തു എന്നുള്ളൊരു പോർഷൻ. അതിനകത്തൊരു എടുത്തു പറയേണ്ട ഒരു സീനുണ്ട്, ഒരു സിലിണ്ടർ വെച്ചിട്ട്, ഞാൻ അധികം സ്പോയിലർ ആക്കുന്നില്ല, ഒരു സിലിണ്ടർ സീൻ ഉണ്ട്. അല്ല, അതിപ്പോ ഇൻസ്റ്റാഗ്രാം മുഴുവൻ അതാണ്, സിലിണ്ടർ. അതെ, ഇൻസ്റ്റഗ്രാം മുഴുവൻ അതെ എല്ലാരും പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് സ്ക്രിപ്റ്റില് ഇതൊക്കെ കണ്ടിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഞാൻ ക്രൂരനാണെന്നൊക്കെ. സിലിണ്ടറിനെ പറ്റി ഒന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം, നേരത്തെ പ്ലാൻ ചെയ്തു. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അത് ആ ചെയ്യുന്നതിന് മുന്നെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ ചെയ്യണം. സ്പോട്ടിൽ പറഞ്ഞതാണ്. അത് ചെയ്യുന്നതിന് കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞു. അന്ന് രാവിലെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, നീ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ചെയ്യാം എന്താ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ടാവും, കിച്ചണിലാണ് സിലിണ്ടർ ഉണ്ടാവും, ഇതിനെ നീ കൊല്ലണം, സിലിണ്ടർ യൂസ് ചെയ്ത് നീ കൊല്ലണം. ഓക്കെ, ബാക്കി നിന്റെ രീതി നീ ചെയ്തു എന്ന് എനിക്ക് എൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിട്ടുള്ള സമന്തക്കേട്ടം എൻ്റെ അടുത്ത് പറഞ്ഞു. ഇവിടെ ഇന്നതുപോലെയാണ്, നീ ഇതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയാട്ടോ, ഓക്കെ. പുള്ളിയായിരുന്നു എല്ലാത്തിനും ഓടി ഇടന്നെല്ലാം ചെയ്തുകൊണ്ട് എന്നെ ഒരുപാട് രീതിയിൽ ഇപ്പോൾ ഡയലോഗ് പറയാനാണെങ്കിലും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് ഇതാണ്, സമന്തക്കേട്ടനാണ്. ഇപ്പം അതായത് ഇപ്പൊ ഫാമിലി ആയിട്ടൊക്കെ, അതായത് ഫസ്റ്റ് ഷോയ്ക്ക് പോയി എല്ലാവരും ഇരുന്ന് കാണുമല്ലോ മാർക്കോ. അപ്പം നമ്മളൊക്കെ ഇപ്പൊ മാർക്കോ കണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണ്ടത്. അപ്പം ഇപ്പം വീട്ടുകാരെ സംബന്ധിച്ച് ഇപ്പൊ അമ്മയാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഫിലിം അഭിമന്യുവിന്റെ ഫസ്റ്റ് ഫിലിം കാണാനായിട്ട് ഇരിക്കുന്നു. അപ്പൊ ആ സമയത്ത് ഇത് കണ്ടു കഴിഞ്ഞിട്ട് അമ്മ എന്താണ് ശരിക്കും പറഞ്ഞത്? മോനെ കുറച്ച് കൂടിപ്പോയോ, അങ്ങനെയാണോ? അല്ല, അമ്മ ഈ സംഭവം, ഈ സിലിണ്ടർ സീനൊക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് ഓരോന്ന് ചെയ്ത് കഴിയുമ്പോൾ അമ്മ വീട്ടിൽ വിളിക്കുമല്ലോ, അച്ഛനെല്ലാം അമ്മേനെ വിളിക്കുമല്ലോ. ഇന്നെന്തുമായിരുന്നു ഓരോ കാര്യങ്ങൾ പറയും. അപ്പോൾ അന്ന് പർട്ടിക്കുലർ ഡേ സിലിണ്ടർ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സിലിണ്ടർ വെച്ച് മോഹം അടിച്ച് പൊളിച്ചു. അപ്പോൾ അമ്മ അവിടെ എന്തിനൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ നീ എന്തിനാ ചെയ്യുമ്പോൾ വരാറില്ല ചെയ്യാനില്ല, അങ്ങനെ വരാറില്ലാത്തത്. ബാക്കി എല്ലാവരും കൊന്നില്ലേ, പിന്നെ ഞാനല്ലേ ഉള്ളു ചെയ്യാൻ, ഞാനും കബീർജി അല്ലേ ഉള്ളു ചെയ്യാൻ. കബീർജി കൊച്ചിനെ എടുക്കാൻ പോയി, ഞാൻ ഈ കൊച്ചിനെ എങ്ങനെ ചെയ്യണ്ടേ? ഒരാൾ ആ വഴി ഒരാൾ ഈ വഴി പോകണ്ടേ? എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നൊക്കെ അല്ലേ. അമ്മ ശരിക്കും ഈ ഒരു സിനിമ കണ്ടിട്ട് എന്താ ശരിക്കും അഭിനയത്തെ പറ്റി പറഞ്ഞത്? കാരണം ഫസ്റ്റ് ഫിലിമാണ് മോൻ്റെ. അപ്പം ത്രൂ ഔട്ട് ഈ ഒരു മാർക്കോ പോലൊരു ഫിലിം തന്നെ ആദ്യം അപ്പോൾ കാണുന്ന അമ്മ എന്താണ് പറഞ്ഞത്? അമ്മ അഭിനയത്തെ പറ്റി പറഞ്ഞൊന്നുമില്ല. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വേഷം ചെയ്തത്. ഓഫ് കോഴ്സ് ഹനീഫ് സാറിനാണ് നന്ദി പറയേണ്ടത്. ഹനീഫ് സാറിന് ഉണ്ണിച്ചേട്ടനും ഷെറീഫിക്കും വേണം നന്ദി പറയാനായിട്ട്. ഇത്രയും വലിയൊരു പ്രോജക്റ്റിൽ എന്നെ ഒരു ഭാഗമാക്കിയതിൽ അവരോട് തന്നെ, അമ്മയ്ക്കും അത് തന്നെ പറയാനുള്ളത്. അവരോട് നീ എന്നും നന്ദി കാണും. എനിക്കും അത് തന്നെ പറയാനുള്ളത്. അവരോട് ഇന്നും ജീവിതം മുഴുവനുള്ള ഒരു ഇത്രയും ഒരു പ്രോജക്റ്റ് അവരാണ് എന്നെ ഈ ഒരു ഇതിലെത്തിച്ചത്.
തീർച്ചയായും അത് ആ ക്രെഡിറ്റ് ഫുൾ അവർക്ക് തന്നെയാണ്. ഇത്രയും ഇത് ചെയ്തപ്പോൾ ഏതെങ്കിലും ഒരു പോർഷൻ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയോ, കുറേ ടേക്ക് പോയതോ, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത് മാർക്കോല ഏതൊരു സീനായിരിക്കും? സെക്കൻഡ് ഡേ ഉണ്ടായ ഒരു സംഭവം, ആ ബോക്സ് തുറക്കുമ്പോൾ ഉണ്ടായ ഒരു കൈ കാണുമ്പോൾ ഉണ്ടായ സംഭവം, അത് തന്നെയാണ് 6-7 ടേക്ക് വരെ പോയൊരു സാധനമായിരുന്നു. ആ ഒരു റിയാക്ഷൻ കിട്ടാനായിട്ട് കുറേ പാടുപെട്ട് ഞാൻ. കാരണം ഞാൻ കുറച്ച് സ്റ്റിഫായിരുന്നു. സെക്കൻഡ് ഡേ ഞാൻ അധികം അങ്ങോട്ട് കംഫർട്ടബിൾ ആയിരുന്നില്ല. കുറച്ച് പേടിയുണ്ടായിരുന്നു. കംഫർട്ടബിൾ സെൻസ് എനിക്ക് പേടിയായിരുന്നു എല്ലാവരുടെ മുമ്പിൽ. അപ്പോൾ അന്ന് വടി പോലെ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു ബോഡി കുറച്ച് സ്മൂത്തായിട്ടൊന്നും വരുന്നില്ലായിരുന്നു. പിന്നെ അങ്ങ് ഓക്കെ ആയി. പിന്നെ അപ്പോൾ ഉടനെ ഓടി ഒന്ന് ഉണ്ണിച്ചേട്ടൻ ഹനീഫ് സാർ എന്ന് പറഞ്ഞ് എടാ റിലാക്സ്, നീ കൂളായിട്ട് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞിടാ കുറച്ച് നീ സ്മൂത്താവുക, ബോഡി റിലാക്സ് ചെയ്യും, ഞാൻ ഒന്ന് അയച്ചു വിടാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊന്ന് ബ്രീത്തൊക്കെ ഒന്ന് ചെയ്ത് അത് ഒരുപാട് സീനിൽ ഞാൻ അങ്ങനെ ഇങ്ങനെ സ്ട്രെസ് ആയാലും ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോഴത്തേക്ക് ഒന്ന് ബ്രീത്ത് ചെയ്ത് വിട്ടിട്ട് ചെയ്യും, അന്നേരം ഓക്കെ ആയിപ്പോൾ. ഒരുപാട് സീനിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സീനിലും അങ്ങനെ എന്തെങ്കിലും കുഴപ്പം ഇങ്ങനെ കുഴഞ്ഞു കയറി വരുമ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞ പോലെ ഒന്ന് റിലാക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഓക്കെ ആവും. അതുപോലെ ഇപ്പം അച്ഛൻ്റെ കൂടെ അഭിനയിച്ച ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടായിരുന്നു അതിൽ, ജഗദീഷ് ചേട്ടനാണെങ്കിലും സിദ്ദിഖൊക്കെ ആണെങ്കിലും. അപ്പം ഇവരുടെയൊക്കെ മുന്നിൽ ലൈവായിട്ട് പെർഫോം ചെയ്യുന്നു. അപ്പം അച്ഛനെ അറിയാവുന്ന ആൾക്കാർ അപ്പം എന്താണ് അഭിനയം കണ്ടിട്ട് അല്ലെങ്കിൽ ലൈവായിട്ട് തന്നെ അവർ തന്നൊരു കമന്റ് എന്തായിരുന്നു? അങ്ങനെ പറഞ്ഞില്ല. പിന്നെ ജഗദീഷ് അങ്കിൾ ഷൂട്ട് ഈ പടം റിലീസ് ചെയ്തതിനു ശേഷം ഞാൻ അങ്ങനെ വിളിച്ചിരുന്നു. ജഗദീഷ് അങ്കിളുടെ കൂടെ നമ്മുടെ ഈ മാർക്കോയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ലേഡി ജഗദീഷ് അങ്കിളുടെ അടുത്ത് വേറൊരു പടത്തിൽ വർക്ക് ചെയ്യുക. അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ ജയശങ്കറുണ്ടാണോ എന്നൊന്നും കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ജയശങ്കരോട് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു അഭി മോനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അപ്പം പുള്ളിയും നല്ല റെസ്പോൺസാണെന്ന് എന്നെ വിളിച്ച് ഫോൺ കൂടെ പറഞ്ഞിരുന്നു. അതേ ഉള്ളൂ. പിന്നെ അവർക്കും സന്തോഷമായിരുന്നു, എനിക്കും അതിലേറെ സന്തോഷമായിരുന്നു. കാരണം ഇവരോട് പേടിയുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് അത്രയും സീനിയർ ആക്ടേഴ്സാണ്. ഉണ്ണിച്ചേട്ടൻ നമ്മുടെ ചേട്ടൻ ആ ഒരു എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കാം. പക്ഷെ അതുപോലല്ലോ അവര് നമ്മൾ ആ ഒരു ഇത് കൊടുത്ത് റെസ്പെക്ട് എന്നേത് ഉണ്ണിച്ചേട്ടനോട് റെസ്പെക്ട് ഇല്ലെന്നല്ല, ഓഫ് കോഴ്സ് അതുകൊണ്ട് എന്നിരുന്നാലും അവരെന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ഭയോടെ നമ്മൾ നിൽക്കുവാണല്ലോ. അപ്പോൾ പക്ഷെ പിന്നെ അവരെല്ലാവരും രണ്ടുപേരും ഭയങ്കര കൂളായിട്ടായിരുന്നു. മോനെ റിലാക്സ്, എന്താണ് സിദ്ധിക്കങ്ങളാണെങ്കിലും മോനെ റിലാക്സ്, ഇതൊക്കെ ഉള്ള സംഭവം എൻ്റെ അടുത്ത് മാത്രമല്ല കേട്ടോ, അതിലുള്ള മറ്റ് ആക്ടേഴ്സിൻ്റെ കൂടെ അവരുടെ എക്സ്പീരിയൻസോടെ ഞാൻ പറയുന്നത്. സിദ്ധിക്കങ്ങളുടെ കൂടെ അഭിനയിച്ചപ്പോൾ ആ കൈ വിട്ടുന്ന പോർഷനിൽ അച്ചേട്ടനില്ലേ ഷാജി എന്ന പുള്ളിയുടെ പേര്, ഷാഹിർ എന്ന പേര്, പുള്ളിയും പറഞ്ഞു പുള്ളി ഇത് സിദ്ദിഖിങ്ങളോട് അഭിനയിച്ചപ്പോൾ പുള്ളി അവർ പേടിച്ചാൽ നിന്നത്. അപ്പോൾ സിദ്ദിഖിങ്ങൾ പറഞ്ഞു റിലാക്സ്, സ്മൂത്തായിട്ട് ചെയ്യും, ഇത്രയേ ഉള്ളൂ. അവർ ആ സീനിയോറിറ്റി അത്രയും നല്ല നമ്മളെ കുറച്ച് കംഫർട്ടബിളൊക്കെ ആക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏകദേശങ്ങളിലൂടെ ഞാൻ ചെയ്തപ്പോഴും 1-2 സീനിലൊക്കെ എനിക്ക് ഇങ്ങോട്ട് ടിപ്സ് പറഞ്ഞു തന്നു, കയ്യിൽ നിന്ന് കുറച്ചിട്ട് ചെയ്യണം അതൊക്കെ. അതിനുശേഷമാണ് ഞാൻ ശരിയാണല്ലോ ഇങ്ങനെ ചെയ്ത് കുറച്ചൊരു സൂപ്പർ ആയിരിക്കുമല്ലോ എന്നെനിക്ക് മനസ്സിലായത്. എനിക്കൊന്ന് ഈ സിനിമയുടെ പ്രൊമോഷന്റെ സമയത്താണെങ്കിലും ഇപ്പം ഷമ്മി തിലകന്റെ മകൻ വരുന്നു, അങ്ങനെ കാര്യങ്ങൾ നമ്മളൊന്നും കേട്ടിരുന്നില്ല. കാരണം സിനിമ കഴിഞ്ഞിട്ട് ആണ് അഭിമന്യു ഷമ്മി തിലകൻ അങ്ങനെ വരുന്നത്. അപ്പം പ്രൊമോഷണ കാര്യങ്ങൾക്കൊന്നും ഇത് ഉപയോഗിക്കണില്ല, ഈ പേര് വേണ്ട, അങ്ങനെ തീരുമാനിച്ചിരുന്നതാണോ, എന്താണ് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നതായിട്ട്? അത് അവർ തന്നെ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നത്. അതാണ് അങ്ങനെ. എനിക്കും അതായിരുന്നു താല്പര്യം, ആരും പറയണ്ട. കാരണം അത് ഓവറായിട്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അഭിനയം നല്ലതല്ലെങ്കിലും ഒന്ന് എനിക്കത് പറയുന്നത്, എനിക്കത് അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് മറ്റുള്ളവർ ഇങ്ങനെ ചോദിച്ചപ്പോൾ പോലും അഭിനയിക്കുന്നു പറഞ്ഞപ്പോൾ പോലും ഞാൻ പറഞ്ഞത് ചെറിയൊരു വേഷം ചെയ്യുന്നു എന്താ ഞാൻ പറഞ്ഞു. വളരെ അടുത്തുള്ളവരോട് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഇതിനകത്തൊരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്യുന്നതെന്ന്. ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ഞാൻ മാർക്കോയിൽ ചെറിയൊരു വേഷമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ പലരും ചോദിച്ചിട്ടോ ഇതാണോ നീ പറഞ്ഞ ചെറിയൊരു വേഷം എന്ന് പറഞ്ഞ് പലരും വന്ന് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് ആ ഒരു കമന്റിന് വേണ്ടിയാണത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നത്. അല്ല, അതൊരു പക്ഷേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര ആവില്ല. അത് അന്ന് ഹൈഡ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഇതായത്. ആ ഒരു സംഭവത്തിന് ഓവറായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഇറങ്ങി കഴിയുമ്പോൾ ആളുകൾ ആ രീതിയിൽ കാണട്ടെ, ഇന്നയാളുടെ മകൻ കൊച്ചു പോകുന്ന രീതിയിൽ കാണാതെ സാധാരണ ഒരു നടന്ന രീതിയിൽ കാണട്ടെ എന്നുള്ള സംഭവം. ഇപ്പം എന്റെയൊക്കെ അച്ഛൻ ഇഷ്ടപ്പെട്ട നടനായിരുന്നു തിലകൻ സാറ്, എന്റെ ചേട്ടനൊക്കെ ഇഷ്ടപ്പെട്ട നടനായിരുന്നു ഷമ്മി തിലകൻ, ഷമ്മി ചേട്ടനൊക്കെ. അപ്പം എന്റെയൊക്കെ ജനറേഷൻ വന്നപ്പോഴത്തേനും എനിക്കൊക്കെ അഭിമാനത്തോടെ പറയാൻ അഭിമന്യു ഷമ്മി തിലകൻ ഒരു വില്ലനസ് ക്യാരക്ടർ ചെയ്തു. അപ്പം യങ്സ്റ്റേഴ്സ് എന്താണ് അഭിമന്യു ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ ആണെങ്കിലും ഈ ഒരു റോളിനെ ഏതൊക്കെ രീതിയിലാണ് അവര് സ്വീകരിച്ചിരിക്കുന്നത്? ആണുങ്ങൾ പൊതുവെ വന്നിട്ട് മുഖം അടിച്ച് കുളിക്കണം, അല്ലെങ്കിൽ പക്ഷെ സ്നേഹത്തോടെ കണ്ടപ്പോൾ മുഖം അടിച്ച് കുളിക്കാനാണ് തോന്നിയത്. എന്നിട്ട് കുറെ ലവൻ്റെ കൂടെ ഇട്ട് തരും. പിന്നെ അല്ലെങ്കിൽ കല്ല് വർക്കെറിയാനാണ് തോന്നിയത്, സൂപ്പറായിട്ട് എന്നിട്ട് പറയും എന്താണ് നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ പെണ്ണുങ്ങൾ കുറച്ച് പേരെ അങ്ങനെ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളവരും കൊള്ളാം. എനിക്ക് തോന്നുന്നു ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കൊക്കെ ഒരു സ്നേഹമാണ്. പെൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ടോ? എല്ലാവരും കൂടുതലും ആണുങ്ങൾ അതിന് മെസ്സേജ് അയക്കുന്നത്. അല്ല ഞാൻ പറഞ്ഞത് ഈ ആ ഒരു സീൻ എടുക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും വിചാരിച്ചത്, അവരെല്ലാവരും പറഞ്ഞു എനിക്കിനി പെണ്ണ് കിട്ടത്തില്ല, നിന്നെ വലിയ പെണ്ണുങ്ങൾ സ്ത്രീകളെല്ലാവരും വെറുക്കും എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ വന്നപ്പോൾ നേരെ തിരിച്ചായിരുന്നു. ആണുങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ എന്നാലും ഇങ്ങനൊന്നും വേണ്ട, ഞാൻ കൊച്ചുകൂടെ ഇങ്ങനൊന്നും ചെയ്യേണ്ടായിരുന്നു, ഭയങ്കര പരിപാടി ആയിപ്പോയി, എന്നാണ് അടിച്ച് അച്ചാറായി കളഞ്ഞു, കമന്റ് വായിക്കണം, അടിച്ച് അച്ചാറായി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞു.
പെണ്ണുങ്ങളാരും അങ്ങനെ പറഞ്ഞില്ല, നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു ചേട്ടാ, കൊള്ളാം, അങ്ങനെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ സിനിമ ഇൻഡസ്ട്രി എന്നൊക്കെ ഏറ്റവും ഒരു മെമ്മറബിൾ ആയിട്ടൊരു കമന്റ് വന്നത് എന്തായിരുന്നു? ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ചിലർ അച്ഛനെ വിളിച്ചു പറഞ്ഞു. കാരണം പലർക്കും എൻ്റെ നമ്പർ ഇല്ലല്ലോ, പലർക്കും ഞാൻ ആരാന്ന് അറിയില്ല. അപ്പോൾ അവരറിഞ്ഞത് പിന്നെ അച്ഛനെയാണ് വിളിച്ചു പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഇത്രയും വലിയൊരു മോനുണ്ടായിരുന്നില്ലേ, മകനാണ് പിന്നെ അറിഞ്ഞത്. പിന്നെ എന്നെയാണെങ്കിലും അജുവേട്ടൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റിൽ സ്റ്റോറി ഇട്ടായിരുന്നു, എന്നെ മെൻഷൻ ചെയ്ത്. പിന്നെ സന്തോഷ് ശിവൻ സാറ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റിന് താഴെ ഇങ്ങനെ പുള്ളി ഓസം എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അതൊക്കെ ഇത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പിന്നെ മറ്റു പല ആക്ട്രസ്മാരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചു, കൊള്ളാം, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ വലിയൊരു സിനിമ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പം അഭിമന്യു വരുന്നത്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ആയിരുന്നു. അപ്പം ഈ ഒരു റസൽ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഫസ്റ്റ് ഫിലിം തന്നെ ചെയ്യുന്നു. ആ ഒരു ക്യാരക്ടർ അത്രയധികം എന്താ പറയുക വെയിറ്റ് ഉള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ കുറച്ചുകൂടെയൊക്കെ ശരിയാക്കാമെന്ന് തോന്നിയ കാര്യങ്ങളും എന്തായിരിക്കും? ഇപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ പടം കണ്ടപ്പോൾ ഒരുപാട് പോർഷൻസ് എനിക്ക് മെച്ചപ്പെടുത്താമെന്ന് എനിക്ക് പലയിടത്തും തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന പോർഷൻ ഒന്നുമില്ല. എനിക്ക് ഇപ്പോൾ നമ്മൾ ഓരോ തവണ കാണുമ്പോഴും എനിക്കത് തോന്നിയിട്ടുള്ളത്, അയ്യോ ഇവിടെ ഇങ്ങനെയായിരുന്നു, ഒരു സൂപ്പറായിരുന്നു തന്നെയല്ലേ, ഇങ്ങനെ കുറച്ചുകൂടെ രസമായിരുന്നു തന്നെ എനിക്ക് മിക്കപ്പോഴത്തും പലയിടത്തും തോന്നി. അതൊരു ആക്ടർ എനിക്ക് തോന്നുന്നത് ആരാണേലും അവരുടെ അഭിനയം വീണ്ടും വീണ്ടും കാണുന്നിടത്തോളം അയ്യോ അത് കുറച്ചുകൂടെ സൂപ്പറാക്കായിരുന്നു, അല്ല ഇത് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു എന്ന് പലയിടത്തും അവർക്കും തോന്നും, എനിക്ക് എല്ലാവർക്കും തോന്നുമായിരുന്നു തന്നെയാണ് അത്. ഏതൊക്കെ രീതിയിലായിരുന്നു? അപ്പം സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എങ്ങനെയൊക്കെ ആയിരുന്നു ഒന്ന് ട്രെയിൻ ചെയ്തല്ല, എങ്ങനെയായിരുന്നു? സ്ക്രിപ്റ്റ് ആക്ച്വലി സ്പോട്ട് സ്ക്രിപ്റ്റ് ആയിരുന്നു. ഇപ്പോൾ അതായിരുന്നു. അപ്പോൾ സ്പോട്ടിൽ ചെയ്യുമ്പോഴത്തേക്ക് ഹനീഫ് സാറിന് അങ്ങനെ ഒരു എനിക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ തരുന്ന സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് അന്ന് രാവിലെയൊക്കെ സ്ക്രിപ്റ്റ് തരുന്നത്. അപ്പോൾ അന്ന് വായിക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ വായിച്ചിട്ട് എനിക്ക് അത് എൻ്റെതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താനായിട്ട് ഹനീഫ് സാർ നമുക്ക് ഫ്രീഡം തന്നിരുന്നു. ഇപ്പോൾ ഹനീഫ് സാറിൻ്റെ അത് പുള്ളിയുടെ ഭാഷയിൽ അത് എഴുതുമ്പോൾ അത് റസൽ ക്യാരക്ടറായിട്ട് വായിക്കുമ്പോൾ ചിലപ്പോൾ അത് എൻ്റെ നാക്കിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരും. ഞാൻ ചോദിക്കും, സാറേ അതെനിക്ക് ഇങ്ങനെ വായിച്ചാൽ കുഴപ്പമുണ്ടോ? വായിച്ചോടാ, പുള്ളിയുടെ ചോദിക്കും ഞാൻ, സാറേ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ? സാർ ഓക്കെ പറയുവാണെങ്കിൽ ഞാൻ ആ രീതി തന്നെ പറയും. അല്ല ചിലത് ഇപ്പോൾ അങ്ങനെ ആടാ വേണ്ട, അത് നീ ഇങ്ങനെ തന്നെ പറ എന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയൊക്കെ എനിക്കൊരു ആ ഒരു ഫ്രീഡം സാർ എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും കുറച്ച് ചെയ്യാൻ കുറച്ച് എളുപ്പം, സംസാരിക്കാനും വാക്കുകൾ പറയാനും ഒക്കെ ആയിട്ട് എനിക്ക് കുറച്ച് എളുപ്പമായിട്ട് പലയിടത്തും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു സിനിമയിലെ റസൽ എന്ന ക്യാരക്ടർ ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് തന്നെ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സിനിമയിൽ ഇപ്പം ഈ ഒരു സിനിമ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ അഭിമന്യുവിൽ ആ ഒരു സക്സസ് ആയി എന്ന് തോന്നുന്നൊരു വ്യക്തി ആരായിരിക്കും? ഹനീഫ് സാർ തീർച്ചയായും. കാരണം ആ ക്യാരക്ടറിനെ ഉണ്ടാക്കിയത് ഹനീഫ് സാറാണ്. അതിന് ആ വിജയം ഉറപ്പായിട്ടും അതിനെ ക്രെഡിറ്റ് ഹനീഫ് സാറിന് തന്നെയാണ്. ഓഫ് കോഴ്സ് ആ മനുഷ്യനുണ്ടാക്കിയ ക്യാരക്ടറാണ്, അദ്ദേഹത്തിൻ്റെ ക്രിയേഷനാണത്. ക്രിയേറ്റർ എന്നുള്ളതിലേക്ക് ആ ക്യാരക്ടർ ഓഡിയൻസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ക്രെഡിറ്റ് ഗോസ് ടു ഹനീഫ് സാർ, ഹനീഫുദ്ദീൻ ഹിംസെൽഫ്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഫിലിമൊക്കെ റിലീസ് ആവുന്ന ആ ഒരു ഡേ എന്ന് പറഞ്ഞാൽ അത്രയധികം ടെൻഷനൊക്കെ ഉള്ളൊരു ദിവസമായിരിക്കുമല്ലോ. അപ്പം ഈ സിനിമ റിലീസ് ആവുന്നതിന് തലേ ദിവസത്തെ രാത്രി എങ്ങനെയായിരിക്കും? അയ്യോ അത് ഭയങ്കര ഒരു ദിവസമായിരുന്നു. കാരണം ഞാൻ ഒരു പോസ്റ്റൊക്കെ എഴുതിയിട്ടു, എന്നെ ഫസ്റ്റ് പടമാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, എൻ്റെ ആദ്യത്തെ പടമാണ്. അതിനെ ആ രീതിയിലേക്ക് കാണുള്ളൂ. ഓഫ് കോഴ്സ് മിസ്റ്റേക്സ് ഉണ്ടാവും. നിങ്ങൾ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും അച്ഛൻ്റെയും അഭിനയത്തെ വെച്ച് എന്നെ കമ്പയർ ചെയ്യരുത്. കാരണം അവർ ആ ലെവലിൽ ചെയ്ത് വെച്ചേക്കുന്ന മനുഷ്യനാണ്. ഞാനിപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. ആ രീതിയിൽ കാണിക്കണം, കുറച്ച് കരുണ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അവർക്ക് കൊടുത്ത അതേ സപ്പോർട്ട് എനിക്കും തരണം എന്നൊക്കെ പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ഇത് റിലീസായി കഴിഞ്ഞിട്ടുള്ളൊരു ആ ഒരു ഫീൽ എന്തായിരുന്നു? ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുള്ളൊരു ഞാൻ കൂട്ടുകാരെ വിളിച്ച് ചോദിക്കുന്നത്, എങ്ങനെയുണ്ട്, ഞാൻ ചെയ്തത് കുഴപ്പമുണ്ടോ? അപ്പോൾ 1-2 പേര് എന്നെ അറിയാവുന്നവരാണല്ലോ അവർ പറയുന്നുണ്ട് നീ കുറച്ച് സ്റ്റിഫായിരുന്നു. ഈ പറഞ്ഞല്ലോ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് സ്റ്റിഫായിരുന്നു, അതെനിക്ക് തോന്നി. അതൊക്കെയാണ് ഞാൻ കണ്ട കുറേ നെഗറ്റീവ്സ്. അതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ചോദിച്ചതല്ല, എങ്ങനെ ഉണ്ടായിരുന്നു, നോക്കിയായിരുന്നു, ആളുകൾ എന്തെങ്കിലും മോശം പോലും പറഞ്ഞോ എന്നൊക്കെ തന്നെയാണ് ഞാൻ ഫസ്റ്റ് പലരെയും വിളിച്ച് ചോദിച്ചത്. ഇനിയിപ്പോൾ ഈ സിനിമ കഴിഞ്ഞിട്ട് ഇപ്പം അടുത്ത സിനിമകളിലേക്കുള്ള ഓഫേഴ്സ് ഒക്കെ വന്നു തുടങ്ങിയോ? എങ്ങനെയാണ്? സിനിമ റിലീസിന് മുന്നേ ഓഫേഴ്സ് വന്നിരുന്നു, സിനിമ റിലീസിന് ശേഷവും ഓഫേഴ്സ് വന്നിരുന്നു. ഇപ്പം ഇങ്ങോട്ട് വരുന്ന വഴിക്കും വിളിച്ചിരുന്നു. ഏതെങ്കിലും കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങിയോ? അല്ല കമ്മിറ്റ് ചെയ്തോ ഏതെങ്കിലും? ഇല്ല, സിനിമ കഴിഞ്ഞ് വന്നതിന് ശേഷം കമ്മിറ്റ് ആയിട്ടില്ല. കാരണം ഈ തിരക്ക് കഴിയട്ടെന്ന് കരുതി. അതിന് മുന്നേ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഒരെണ്ണം ജാനുവരിയിലും കണ്ട് സ്റ്റാർട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. അതിലും ഇത്തരത്തിലൊരു വില്ലനൊക്കെ ആയിരിക്കും? ഏത് രീതിയിലായിരിക്കും? ഒരു സൂചന? അല്ല, വില്ലനല്ല. ഇപ്പം മാർക്കോ ഇറങ്ങിയത് ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ തന്നെയാണ് ചർച്ചാ വിഷയമായത് ഈ ഒരു സിനിമ. ഈ ഒരു സിനിമ കണ്ടിട്ട് മലയാളികളല്ലാത്ത ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയച്ചോ? കമന്റ്സ് ഒക്കെ വരുന്നുണ്ടോ? കമന്റ്സ് വരുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ നീ എന്നെ പണിയെടുക്കടേ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് തമിഴിലൊക്കെ വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. ഹിന്ദിയിലും കുറച്ച് പേരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. ഹിന്ദി ആയിട്ട് ചിലതൊന്നും മനസ്സിലാവുന്നില്ല എനിക്ക്, വായിക്കാറിയാം.
പിന്നെ ഓഫേഴ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എന്നെ വിളിച്ചിട്ടില്ല, അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരിക്കും, എന്നെ വിളിച്ചിട്ടില്ലായിരിക്കും. അപ്പൊ എന്തായാലും പുതിയ സിനിമകളിലേക്ക് ഇനിയും ഉടനെ വരുന്നതാണ്. അപ്പൊ ഞങ്ങളെല്ലാം വെയിറ്റിംഗ് ആണ്. എനിവേ ഈ ഒരു മാർക്കോയിൽ ഞങ്ങളെ ഞെട്ടിച്ച പോലെ തന്നെ ഇനിയും മലയാളം ഇൻഡസ്ട്രിയിൽ ഇതുപോലെ ഒരുപാട് റോളുകളായിട്ട് എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആതിര.